നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ. പെസഹ വ്യാഴം ആചരിച്ച് ക്രൈസ്തവ വിശ്വാസികൾ. ക്രൈസ്തവ ദേവാലയങ്ങളിൽ കാൽകഴുകൽ ശുശ്രൂഷയും പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകളും നടന്നു. അറിവുകളുടെയും കഴിവുകളുടെയും ഉത്സവമായി പഠനോത്സവം. ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച പഠനോത്സവം സമാപിച്ചു. ചേർപ്പ് മേഖലയിലെ 2 പേരുൾപ്പെടെ 4 കോൺഗ്രസ് നേതാക്കൾ ബിജെപിയിൽ ചേർന്നു. ബിജെപി കേരള പ്രഭാരിയും എംപിയുമായ പ്രകാശ് ജാവ്ദേക്കർ പുതിയ അംഗങ്ങളെ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. വാർത്തകൾ വിശദമായി. പെസഹ വ്യാഴം ആചരിച്ച് ക്രൈസ്തവ വിശ്വാസികൾ. കുരിശുമരണത്തിന് മുൻപ് യേശു തന്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയതിന്റെയും അവർക്കൊപ്പം അന്ത്യത്താഴം കഴിച്ചതിന്റെയും ഓർമ്മ പുതുക്കിയാണ് വിശ്വാസികൾ പെസഹ ആചരിച്ചത്. പെസഹ ദിനത്തിന്റെ ഭാഗമായി ക്രൈസ്തവ ദേവാലയങ്ങളിൽ കാൽകഴുകൽ ശുശ്രൂഷയും പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകളും ഉണ്ടായിരുന്നു. അറിവുകളുടെയും കഴിവുകളുടെയും ഉത്സവമായി പഠനോത്സവം. ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച പഠനോത്സവം സമാപിച്ചു. LP UP വിഭാഗങ്ങളിലെ കുട്ടികളും പഠനോത്സവത്തിലെ പങ്കാളികളും വിഷയാടിസ്ഥിതമായി ക്ലാസ് തലങ്ങളിൽ പരിപാടികൾ അവതരിപ്പിച്ചു. ഭാഷാവിഷയങ്ങളുമായി ബന്ധപ്പെട്ട സ്കിറ്റുകൾ, നാടകം, കവിത, കഥ പറയൽ, കൊറിയോഗ്രാഫി, പുസ്തക പരിചയം, വായന, കടങ്കഥ, കേളി തുടങ്ങി ഒട്ടനവധി പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. BRC BPC സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് VH ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. UP വിഭാഗം വായനക്കൂട്ടം കുട്ടികൾ തയ്യാറാക്കിയ കയ്യെഴുത്തു മാസിക ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ജാഫർ സാദിഖ് പ്രകാശനം ചെയ്തു. പ്രധാന അധ്യാപിക KK ലീല, DS മനു, VHSE പ്രിൻസിപ്പൽ പ്രവീൺ, BRC ട്രെയിനർ CB നന്ദിനി, സീനിയർ അധ്യാപിക വിസ്മയ എന്നിവർ സംസാരിച്ചു. ചേർപ്പ് മേഖലയിലെ 2 പേരുൾപ്പെടെ 4 കോൺഗ്രസ് നേതാക്കൾ ബിജെപിയിൽ ചേർന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് MA കൃഷ്ണനുണ്ണി, ജില്ലാ സഹകരണ ബാങ്ക് മുൻ ഭരണസമിതി അംഗം KG അരവിന്ദാക്ഷൻ, VA രവീന്ദ്രൻ, ചേർപ്പ് സഹകരണ ബാങ്ക് മുൻ ഭരണസമിതി അംഗം CN സജീവൻ എന്നിവരാണ് പാർട്ടി അംഗത്വം സ്വീകരിച്ചത്. ബിജെപി കേരള പ്രഭാരിയും എംപിയുമായ പ്രകാശ് ജാവ്ദേക്കർ ഇവരെ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. Ravindran, then Sajeev and Arvindasan. I am very happy, and I told them that BJP will not only welcome you, but will give you all respect, responsibility and role, and your work will start today. So you will be main supporting elements, and you will bring more people in BJP, and Thrissur will register the first victory in parliament election. സംസ്ഥാനത്ത് വ്യാഴാഴ്ചയും സ്വർണ്ണവില ഉയർന്നു. ഒരു പവന് 280 രൂപയാണ് ഉയർന്നത്. ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വിപണി വില 49,360 രൂപയായി. 1 ഗ്രാം സ്വർണത്തിന്റെ വില 6,170 രൂപയാണ്. ആഗോളതലത്തിൽ സ്വർണത്തിന് ആവശ്യക്കാർ ഏറിയിട്ടുണ്ട്. സാധാരണ ഡോളർ സൂചിക ഉയരുമ്പോൾ സ്വർണ്ണവില കുറയേണ്ടതാണ്. എന്നാൽ ഇപ്പോൾ ഡോളർ കരുത്താർജിക്കുന്നതിനോടൊപ്പം തന്നെ സ്വർണ്ണവിലയും കൂടുകയാണ്. 109-ാം വയസ്സിലും തന്റെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ കാത്തിരിക്കുകയാണ് തൃശൂർ ജില്ലയിലെ ഏറ്റവും മുതിർന്ന വോട്ടറായ ജാനകിയമ്മ. ഓരോരുത്തരും തങ്ങളുടെ സമ്മതിദാനാവകാശം മറക്കാതെ വിനിയോഗിക്കണമെന്നതിന് ഒരു ഉത്തമ ഉദാഹരണം കൂടിയാണ് ഈ മുത്തശ്ശി. 5 തലമുറകളുടെ മുത്തശ്ശിയാണ് ജാനകിയമ്മ. പ്രായം 109 വയസ്സ്. തൃശൂർ ജില്ലയിലെ ഏറ്റവും പ്രായമേറിയ വോട്ടറാണ്. 1951 തിരുവിതാംകൂർ കൊച്ചി നിയമസഭയിലേക്ക് KP പ്രഭാകരൻ ആദ്യമായി മത്സരിച്ചപ്പോഴാണ് ജാനകിയും ആദ്യമായി വോട്ട് രേഖപ്പെടുത്തുന്നത്. 1914 മണലൂരിലെ തൊഴിലാളി കുടുംബത്തിലാണ് ജാനകി ജനിച്ചത്. 3ാം തരം വരെ പഠനം. ചെറുപ്രായം മുതൽ ബന്ധുക്കൾക്കൊപ്പം പാലാഴിയിലെ ചകിരി നിർമ്മാണശാലയിൽ തൊണ്ടുതല്ലാൻ പോയി. 100 തൊണ്ടു തല്ലിയാൽ 10 അണയാണ് കൂലി. കമ്മ്യൂണിസ്റ്റ് അനുകൂലികളായ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ കൂലി വർധനവിനെതിരെ നടത്തിയ പ്രക്ഷോഭം ഇന്നും ജാനകി ഓർത്തെടുക്കും. സമരത്തിന്റെ പേരിൽ നേതാക്കൾക്കൊപ്പം ജാനകിക്കും ദിവസങ്ങളോളം ജയിലിൽ കിടക്കേണ്ടി വന്നു. തൊഴിലാളി സമരം നടന്ന കേന്ദ്രത്തിലേക്ക് EMS വന്നത് ഇന്നും ജാനകി ഓർത്തെടുക്കും.
അന്നു മുതൽ ഇന്നുവരെ ജാനകി വോട്ട് രേഖപ്പെടുത്തിയത് ഇടതുപക്ഷത്തിന്. ഇക്കുറിയും ഇടതുപക്ഷത്തിനാണ് വോട്ടെന്ന് പറയുമ്പോഴും ചില പരിഭവങ്ങളുണ്ട്. ഇതുവരെ എത്ര തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞെന്ന് ജാനകിക്കറിയില്ല. പക്ഷേ 109 വയസ്സിനിടയിൽ ഒരിക്കൽ പോലും വോട്ട് ചെയ്യാതിരുന്നിട്ടില്ലെന്ന് ഉറപ്പിച്ചു പറയും ജാനകിയമ്മ. നല്ല കോമളത്താമരപ്പൂവോ പൂവിൽ നിറഞ്ഞ മതവോ പരിപൂർന്നു കണ്ട നിലവോ പുത്തമ്പ വിഷക്കൊടിയോ ചെറുതത്തകൾ കൊഞ്ചും മൊഴിയോ ഈശ്വരൻ പന്മാനിധിയോ പരമശരി എന്തെങ്കിളിയോ പരിയാരിത്തിൻ തളിരോ എൻ്റെ പാക്യത്തിൻ മെച്ചം പരമോ എന്നുണ്ണികൃഷ്ണൻ ജനിച്ചോ പരിതിങ്ങനെ വേഷം ധരിച്ചോ. ദേശീയപാത തൃപ്രയാറിൽ നിയന്ത്രണം വിട്ട കണ്ടെയ്നർ ലോറി ഡിവൈഡറിൽ ഇടിച്ചുമറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്കേറ്റു. കണ്ടെയ്നർ ലോറി ഡ്രൈവർ ചാവക്കാട് സ്വദേശി അമ്പലത്ത് വീട്ടിൽ രജീബിനാണ് പരിക്കേറ്റത്. തൃപ്രയാർ സെന്ററിൽ പുലർച്ചെ 3 മണിയോടെയാണ് അപകടമുണ്ടായത്. കൊച്ചിയിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് അരി കയറ്റി പോവുകയായിരുന്ന കണ്ടെയ്നർ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. വലപ്പാട് കഴിഞ്ഞ തൃപ്രയാർ സെന്ററിൽ ഉല്ലാസ് ഹോട്ടലിന് മുന്നിൽ വെച്ച് നിയന്ത്രണം വിട്ട കണ്ടെയ്നർ ലോറി ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറി മറിയുകയായിരുന്നു. ടൺ കണക്കിന് അരിയാണ് കണ്ടെയ്നർ ലോറിയിൽ ഉണ്ടായിരുന്നത്. അപകടത്തിന്റെ ആഘാതത്തിൽ കണ്ടെയ്നർ ലോറിയുടെ ക്യാബിൻ വേർപെട്ട നിലയിലായിരുന്നു. ക്യാബിനിൽ കുടുങ്ങിയ ഡ്രൈവറെ പോലീസും നാട്ടുകാരും ചേർന്ന് ഉടൻ തന്നെ പുറത്തെടുത്തു. തുടർന്ന് തൃപ്രയാർ ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് പ്രവർത്തകർ പരിക്കേറ്റ ഡ്രൈവറെ വലപ്പാട് ചന്തപ്പടിയിലെ എമർജൻസി കെയർ സെന്ററിൽ പ്രവേശിപ്പിച്ചു. ഡ്രൈവറുടെ ഗുരുതരമല്ല. കണ്ടെയ്നർ ലോറി ഡിവൈഡറിൽ ഇടിച്ചു മറിഞ്ഞത് ദേശീയപാതയ്ക്ക് മധ്യഭാഗത്തായതിനാൽ ഗതാഗത തടസ്സമുണ്ടായില്ല. മറിഞ്ഞ കണ്ടെയ്നർ ലോറി ഉടൻ തന്നെ ക്രെയിൻ ഉപയോഗിച്ച് മാറ്റും. അപകടത്തിൽ ദേശീയപാതയുടെ തെക്ക് ഭാഗത്തെ ഡിവൈഡർ പൂർണ്ണമായും തകർന്നു. എറവ് സെന്റ് തെരേസാസ് കപ്പൽപള്ളിയിലെ അൽത്താരയിൽ പെസഹ ദിനത്തിൽ ഒരുക്കിയ തിരുഹൃദയ ശില്പം ശ്രദ്ധേയമായി. മുൾക്കിരീടം തറഞ്ഞിറങ്ങുന്ന തിരുഹൃദയത്തിൽ നിന്ന് രക്തത്തുള്ളികൾ കാസയിലേക്ക് വീഴുന്നതും ഇരുവശത്ത് മാലാകമാർ തിരുഹൃദയത്തെ സ്തുതിച്ച് വണങ്ങി നിൽക്കുന്നതുമാണ് ശില്പം. ഇടവകാംഗമായ ബാബു കളപ്പുരയ്ക്കൽ തെർമോകോളിലാണ് ഈ ശില്പം ഒരുക്കിയിട്ടുള്ളത്. രാവിലെ 6:30 മുതൽ കാൽകഴുകൽ ശുശ്രൂഷ, പെസഹ ദിവ്യബലി, ദിവ്യകാരുണ്യ പ്രദക്ഷിണം എന്നിവ നടന്നു. വികാരി ഫാദർ റോയ് ജോസഫ് വടക്കൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ ജിയോ വേലൂക്കാരൻ സഹകാർമ്മികനായിരുന്നു. തുടർന്ന് ആരാധന നടന്നു. 26 കുടുംബസമ്മേളന യൂണിറ്റുകൾ, 18 സംഘടനകൾ എന്നിങ്ങനെ 44 സംഘങ്ങളാണ് പകൽ മുഴുവൻ ആരാധന നടത്തിയത്. കുടുംബസമ്മേളന യൂണിറ്റുകളിൽ നിന്നുള്ള കുരിശിന്റെ വഴി പരിഹാര പ്രദക്ഷിണം വൈകിട്ട് പള്ളിയിൽ സമാപിച്ചു. രാത്രി 7 മുതൽ 8 വരെ പൊതു ആരാധന നടത്തി. തുടർന്ന് ഇടവകയിലും വീടുകളിലും അപ്പം മുറിക്കൽ ശുശ്രൂഷ നടത്തി. ദുഃഖവെള്ളിയാഴ്ച രാവിലെ തിരുക്കർമ്മങ്ങൾ. ഉച്ചതിരിഞ്ഞ് 4-ന് കുരിശിന്റെ വഴി പരിഹാര പ്രദക്ഷിണം. 14 സ്ഥലങ്ങളിൽ കുരിശുയാത്രയും കുരിശേറ്റവും കല്ലറയിൽ യേശുവിനെ സംസ്കരിക്കുന്നതുമായ ദൃശ്യാവിഷ്കാരങ്ങളും അരങ്ങേറും. 50 പേർ വിവിധ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കും. ദുഃഖശനിയാഴ്ച രാവിലെ 7-ന് തിരുക്കർമ്മങ്ങൾ, കുർബാന, മാമോദീസ, വ്രതനവീകരണം. ഈസ്റ്റർ ദിനത്തിൽ പുലർച്ചെ 2:30-ന് ഈസ്റ്റർ തിരുക്കർമ്മങ്ങൾ, ദൃശ്യാവിഷ്കാരം. തുടർന്ന് ആഘോഷമായ ദിവ്യബലി, നോമ്പുവിടൽ, രാവിലെ 7-ന് കുർബാന എന്നിവയുണ്ടാകും. പെരുമ്പിലാവിൽ വാട്ടർ അതോറിറ്റി അറ്റകുറ്റപ്പണിക്കായി എടുത്ത കുഴിയിലേക്ക് കാർ മറിഞ്ഞു. കാർ യാത്രക്കാരായ ദമ്പതികൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വ്യാഴാഴ്ച പുലർച്ചെ 5 മണിയോടെയാണ് അപകടം. തിരുവനന്തപുരത്ത് നിന്നും പെരിന്തൽമണ്ണയിലേക്ക് പോവുകയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് കുഴിയിലേക്ക് മറിയുകയായിരുന്നു. പെരുമ്പിലാവ് പട്ടാമ്പി റോഡിലെ റേഷൻ കടയ്ക്ക് സമീപം കഴിഞ്ഞ ദിവസമാണ് തൃത്താല പാവറട്ടി ശുദ്ധജല വിതരണ പൈപ്പ് പൊട്ടിയത്. ഇതിന്റെ അറ്റകുറ്റപ്പണിക്കായി എടുത്ത കുഴിയിലേക്കാണ് കാർ മറിഞ്ഞത്. നിർമ്മാണം നടക്കുന്ന മേഖലയിൽ വേണ്ടത്ര സുരക്ഷാ മാനദണ്ഡങ്ങളോ അപായ സൂചനാ ബോർഡുകളോ സ്ഥാപിക്കാത്തതാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. പെരുമ്പിലാവിൽ വീട്ടുപറമ്പിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ യുവാവിന്റെ മൃതദേഹം പുറത്തെടുത്തു. പെരുമ്പിലാവ് പരിവക്കുന്ന് ചങ്കരത്ത് വളപ്പിൽ പരേതനായ മുഹമ്മദിന്റെ മകൻ 44 വയസ്സുള്ള അഷ്റഫിന്റെ മൃതദേഹമാണ് കിണറ്റിൽ നിന്ന് കരയ്ക്ക് കയറ്റിയത്. ബുധനാഴ്ച രാത്രി 9 മണിയോടെയാണ് വീട്ടുപറമ്പിലെ കിണറ്റിൽ അഷ്റഫിന്റെ മൃതദേഹം കണ്ടെത്തിയത്. തുടർന്ന് കുന്നംകുളം പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തിയെങ്കിലും രാത്രി ഏറെ വൈകിയതിനാൽ മൃതദേഹം പുറത്തെടുക്കാനായില്ല. വ്യാഴാഴ്ച രാവിലെ നാട്ടുകാരും കുന്നംകുളം പോലീസും ചേർന്നാണ് മൃതദേഹം കരയ്ക്ക് കയറ്റിയത്. മൃതദേഹത്തിന് 3 ദിവസമെങ്കിലും പഴക്കം തോന്നിക്കുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. മരിച്ച അഷ്റഫ് ഏതാനും മാസമായി കുടുംബത്തിൽ നിന്ന് പിരിഞ്ഞ് ഒറ്റയ്ക്കാണ് താമസിച്ചു വന്നിരുന്നത്. കുന്നംകുളം SHO UK ഷാജഹാന്റെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. അമ്മാടം പാർപ്പക്കടവ് തേക്കാനത്ത് ജോർജ് നിര്യാതനായി. 74 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി.
സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6170 രൂപ, പവന് 49,360 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പെസഹ വ്യാഴം ആചരിച്ച് ക്രൈസ്തവ വിശ്വാസികൾ. ക്രൈസ്തവ ദേവാലയങ്ങളിൽ കാൽകഴുകൽ ശുശ്രൂഷയും പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകളും നടന്നു. അറിവുകളുടെയും കഴിവുകളുടെയും ഉത്സവമായി പഠനോത്സവം. ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച പഠനോത്സവം സമാപിച്ചു. ചേർപ്പ് മേഖലയിലെ 2 പേരുൾപ്പെടെ 4 കോൺഗ്രസ് നേതാക്കൾ ബിജെപിയിൽ ചേർന്നു. ബിജെപി കേരള പ്രഭാരിയും എംപിയുമായ പ്രകാശ് ജാവ്ദേക്കർ പുതിയ അംഗങ്ങളെ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.